ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരി. ഇന്ന് നമ്മളൊരു പാൽച്ചോറ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ ഏതാന്നുള്ളത് കണ്ണിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം എല്ലാവർക്കും. അപ്പോൾ ഇതാ ഞാൻ ജീരകസാല അരിയാണ് കേട്ടോ. അതൊരു 3/4 കിലോ 1 കിലോ തയ്ച്ചില്ല, വീട്ടിലുണ്ടായിരുന്ന അരി തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ്, ഇത് നല്ലൊരു മണമുള്ള അരിയാണ്. അപ്പോൾ ഈ അരിയിലൊക്കെ നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറെയാണ്. ഇതിൽ നമ്മൾ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഈ അരി തന്നെ ഒരു മണമുള്ള അരിയല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതേക്ക് ചെറുള്ളിയാണ് എടുക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വല്ലുള്ളി വെച്ചിട്ട് ഉണ്ടാക്കാം, പക്ഷേ ഇതിന് ടേസ്റ്റ് വേറെയാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് ചെറിയ ഉള്ളി നമ്മൾ എത്രത്തോളം ഇടണം അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ഒരു മൂടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തേങ്ങൻ്റെ പാൽ തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ ഇല കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുപ്പിയിൽ വെള്ളം ഒഴിച്ച് അടുക്കളയിൽ എപ്പോഴും ഇങ്ങനെ വെക്കുന്നതാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, തോനെയൊന്നുമില്ല. അപ്പോൾ നമ്മളെ മുത്തൂനും വേണം, മുത്തു പ്രസവിച്ച് കിടക്കില്ല, അപ്പോൾ അവൾക്കും കൊടുക്കാലോ പറഞ്ഞിട്ട് കുറച്ച് നെയ്യൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ്, അതിലെടുത്തുകൊണ്ട് ഒന്ന് വറുത്ത് കോരി എടുക്കുകയാണ്. എനിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാതെ ചോറ് ഇഷ്ടമില്ല. അതൊരു രസം വേറെ തന്നെയല്ലേ അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? നെയ്ച്ചോറ് ബിരിയാണിയിലൊക്കെ ഇങ്ങനെ ഒന്ന് അടിയിൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ? അപ്പോൾ അതേ നെയ്യ്ക്ക് തന്നെയാണ് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നതും ബാക്കിയുള്ളതും. അപ്പോൾ 4 ഒരു ഏലയ്ക്ക് 1 കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രാമ്പോ വേറുള്ളതോ ഒന്നും ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. കുറേ സാധനങ്ങളൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നെയ്യിൽ നല്ല മൂത്ത് വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ചെറുള്ളി അരിഞ്ഞതും കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനധികം സാധനങ്ങളോ ഒന്നും വേണ്ട. അത് നമ്മൾ രാവിലെ ആകട്ടെ മദ്രസക്കൊക്കെ പോണ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കാണ്ടൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കറിയോ വേറുള്ളതോ ഒന്നും വേണ്ട, ഈ ഒരു ചോറ് മാത്രം മതി. അപ്പോൾ ഞാൻ 2 രമ്പയില എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ബിരിയാണിയിലിടുന്ന ഇലയല്ല, അതെല്ലാവർക്കും അറിയിക്കാരം. ഇത് കാട് പോലെ ഉണ്ടായിരുന്നു, ഈ താറാവുകൾ തിന്നുകാണ്ട് ഒക്കെ പോയിന്ന്. ഒരു തെയ്യ് കിട്ടിയപ്പോൾ ഞാൻ അതിന് മുറ്റത്ത് തന്നെ ചട്ടിയിൽ കൊടുന്ന് വെച്ചതാണ്. ഇത് നമ്മൾ ബിരിയാണിക്കും നെയ്ച്ചോറ് കിട്ടാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഈ അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയത്. അപ്പോൾ അത് നമ്മൾ പാലെടുത്തതിൻ്റെ മിക്സി ജാറ് ഒന്നും കൂടെ അരിച്ചെടുത്ത വെള്ളമാണത് കേട്ടോ. അപ്പോൾ ഇതിനൊരു പാത്രം അരിക്ക് ഞാൻ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവുമല്ലോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഉപ്പുമാവ് ഉണ്ടാക്കണ അത്ര സമയം വരുന്നുള്ളൂ ഇതിന്. കുക്കറിലൊക്കെ ആകുമ്പോൾ ആവും ചെയ്യുമല്ലോ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുതിർത്തി വെച്ച് ഊറി വന്നാൽ നമ്മൾ അരി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 3/4 കിലോ പോലെ ഉള്ളൂ, 1 കിലോ പോലെ ഇല്ല. വീട്ടിലുള്ള അരി വെച്ച് കണ്ട് ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ മുത്തു പ്രസവിച്ച് ഇന്ന് 15 ദിവസമായി. വെള്ളിയാഴ്ചയാണ്, ഇന്നേക്ക് 15 ദിവസമായിട്ടാണ്. അപ്പം ഇനി ഓപ്പറേഷൻ ആയ കാരണം ഇനിയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ശരി ഏതായാലും ഇന്നാണ്ട് ഉണ്ടാക്കാമെന്നും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ഫസ്റ്റ് പാലാണിത്. അപ്പോൾ വെള്ളം തിളച്ച് എല്ലാം ആയതിൻ്റെ ശേഷം ലാസ്റ്റാണ് നമ്മൾ ഈ പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ തേങ്ങാപ്പാലിലാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ പാത്രം കൂടെ നല്ല കട്ടിപ്പാലായ കാരണം കൊണ്ടേ ഇപ്പം തന്നെ നല്ലൊരു മണവും ടേസ്റ്റും വരുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ചോറുണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ വിസിലിട്ട് കൊടുത്തു. വിസിലടിക്കേണ്ട ആവശ്യമില്ല, ആവി ഒന്ന് കയറിയാൽ തന്നെ മതി. കയറി ഇപ്പോൾ നമ്മൾ ചൂടാറിയതിൻ്റെ ശേഷം വിസിലെടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് വന്നിട്ടുണ്ട്. നെയ്ച്ചോറാകുമ്പോൾ പിന്നെ നമ്മൾ വെള്ളം ഏറിയാലൊന്നും കുഴപ്പമില്ലല്ലോ, പക്ഷേ ഇത് നല്ല കറക്റ്റ് വന്നേക്കണം കേട്ടോ. ആ തേങ്ങാപ്പാലിൻ്റെയും നെയ്യിൻ്റെയും ഒക്കെ ഒരു മണന്തേന വേറെയാണ്. മാക്സിമം നമ്മളിങ്ങനെ ഒരു അമ്പേലേൻ്റെ ഒരു തെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കി പിടിപ്പിച്ചാൽ തന്നെ ആ ഒരു ഇല മതി നമുക്ക്, വേറെ ഒന്നും വേണ്ട. വെറും ചോറ്റിക്ക് തന്നെ നമ്മളിങ്ങനെ ഇട്ടുകാണ്ട് വെള്ളം പാർന്നിക്കാണ്ട് വെച്ച് നോക്കൊണ്ടി, അതന്നെ ഒരു നെയ്ച്ചോറിൻ്റെ മണവും ടേസ്റ്റും ഈ കാരം. ഒരു ഇറച്ചിക്കറി ഉണ്ടായാൽ മതി, ഇങ്ങനെ ഒരു ഇല ഇട്ടുകാണ്ട് വെച്ചാൽ നമ്മൾ സാധാ റേഷനരിൻ്റെ ചോറ് തന്നെ ഞാൻ ചിലപ്പോൾ അങ്ങനെ വെക്കലുണ്ട്. ബീഫൊക്കെ കിട്ടുമ്പോൾ ചാറൊക്കെ വെക്കുമ്പോൾ എന്ത് ചെയ്യും, വെറും ചോർക്ക് തന്നെ അരി വെള്ളം വെക്കുമ്പോൾ തന്നെ അയിക്കിടും ഇല, എന്നിട്ട് അരി ഊറ്റിയെടുക്കും. അപ്പോൾ ആ ചോറ് നല്ല മണയിക്കാരം. ഇപ്പം നമ്മളെ ചോറ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്ത്
ഇനി ഇതൊന്ന് നല്ല ഇളക്കി വെച്ചിട്ട് ഒന്നാണ് മൂടി വെച്ചാൽ നല്ല റെഡിയായി വന്നേക്കണം ചോറ് കേട്ടാ. ഞാൻ ഇനി എടുക്കണ നേരത്തെ ഇത് കൂട്ടി എടുക്കുള്ളൂ. അതുവരെ ഇങ്ങനെ കിടക്കട്ടെ ഒന്ന്, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഇറച്ചി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ആകുമ്പോൾ ഇറച്ചി വേണമല്ലോ. അപ്പോൾ ഇറച്ചി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിപ്പോൾ ഏതായാലും മൺചട്ടിയിൽ അതും കൂടാണ് വെക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയാക്കി നുറുക്കിയതാണ്. 2 തക്കാളി കേട്ടാ. ഇവിടെ തക്കാളിമ ഉണ്ടായതാണിത്. 4-5 ഉണ്ടായിരുന്നു. അമ്മന് തിന്നു തോന്നുന്നുണ്ടൊക്കെ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും പൊടിയാക്കി നുറുക്കിയത് ആദ്യം വെളിച്ചെണ്ണയിൽ ഇട്ടുകൊണ്ട് നല്ല ഒന്നാണ്ട് മൂപ്പിച്ചെടുക്കും. ഇല്ലെങ്കിൽ എന്താവും എന്നറിയാം, അതിങ്ങനെ ഒരു പച്ചച്ചോയ കഴിക്കാരം. എനിക്കത് ഇഷ്ടേ ഇല്ല. അപ്പം ഇതിൻ്റെ ആ ചോയും ഇതും കൊണ്ട് മാറിയാൽ തന്നെ ഇറച്ചിക്കല്ല എല്ലാറ്റിനും ആ കറിക്കൊരു ടേസ്റ്റ് കിട്ടും. ഇതാ ഞാൻ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കും. കല്ലുപ്പ് ഇടുമ്പോൾ എന്താണ് നമ്മൾ പെട്ടെന്ന് അത് മൂപ്പിച്ചെടുക്കാൻ പറ്റും. ഞാൻ എന്തിക്കും കല്ലുപ്പാടുള്ളൂ കേട്ടോ. പിന്നെ തികഞ്ഞില്ലെങ്കിൽ മാത്രമേ നമ്മൾ പൊടിപ്പിട്ട് കൊടുക്കുള്ളൂ. മൺചട്ടിയിൽ എന്തുണ്ടാക്കിയാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്താ കുറച്ചൊന്നും ചൂടായി കഴിഞ്ഞാൽ തന്നെ അത് അയി കിടന്ന് നല്ല ഇങ്ങനെ മുരിഞ്ഞ് വരും ഇങ്ങനെ. അപ്പം അത് നല്ല വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതാ വല്യുള്ളിയും ചെറുള്ളിയും കൂടെ നുറുക്കിയതും കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ല മൂപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. എപ്പോഴും കുക്കറിലൊക്കെയാണ് വെക്കൽ. ഇന്നിപ്പോൾ ഏതായാലും മൺചട്ടിയിലാണ് വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാട്ടാ. മൺചട്ടിയിൽ വെക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാട്ടാ. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൺചട്ടിയിൽ. മീൻകറിക്ക് നമ്മൾ ഇന്ന് വെച്ചിട്ട് നാളൊക്കെ എടുത്ത് തിന്നൂലേ, അപ്പോൾ ആ പിറ്റേന്ന് കൂട്ടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഇക്കാരം. പിന്നെ നമ്മൾ എപ്പോഴും ഈ കുക്കറിൽ വെക്കണതും നല്ലതല്ല. മൺചട്ടി നല്ലതൊന്നല്ല. ഇപ്പോഴത്തെ മണ്ണൊക്കെ കേടന്നെയാണ്. പക്ഷെ എന്നാലും അതൊരു ടേസ്റ്റ് കൂടുതൽ തന്നെയാണ്. അപ്പം അത് നല്ല മൂത്ത് ഞാൻ 2 തക്കാളി ഇട്ട് കൊടുക്കണം. ഞാൻ അധികം ഇറച്ചിക്കൊന്നും തക്കാളി ഇടലില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ തോനെ കറിയൊക്കെ വേണമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ തക്കാളി ഇട്ട് തന്നെ ആവണ്ടേ. തക്കാളി നല്ലോണം വഴറ്റി എടുക്കണം ഇതിൽ കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതാ ഞാൻ അതിക്കന്നെ 2 സ്പൂണ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ മല്ലിപ്പൊടിയിൽ വന്നിട്ട് കുറച്ച് മസാലകൾ കൂട്ടി പൊടിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ എണ്ണയിൽ കിടന്ന് നല്ലോണം മൂക്കണം. അപ്പം ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ അതും കൊണ്ട് തുറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ വെള്ളം വേർപ്പിറങ്ങിയിട്ട് അത് ഒന്നും കൂടെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ കിടന്നിക്കാണ്ട് ആ എണ്ണ ആ വെള്ളം കൂടെ ആകുമ്പോൾ എന്താണ് നല്ല ഒന്നാണ്ട് വഴറ്റി കിട്ടും നമുക്ക്. ഇല്ലെങ്കിൽ എന്താവും, ഉള്ളി തനിച്ചുണ്ടാവും, അങ്ങനെയൊക്കെയല്ലേ വരിക. അപ്പോൾ അതാ കുറച്ച് പുതിനയും മല്ലിച്ചപ്പും ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ കഴുകി വൃത്തിയാക്കിക്കാണ്ട് ഓരോ പൊടി മല്ലിയും പുതിനയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇറച്ചിക്ക് നമ്മൾ മല്ലിച്ചപ്പും പുതിന ഇടുമ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോത്തിറച്ചിക്ക് ഇനിയിപ്പോൾ ഒന്നും ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ നമ്മൾ കോഴിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കറിക്ക് ഇങ്ങനെയൊക്കെ ഇട്ടാലാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാ നല്ല വഴറ്റി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന നമ്മൾ ഇറച്ചിക്ക് മസാല കൂട്ടുണ്ടാക്കുക. നമുക്ക് ഈ ചോറിനിപ്പോൾ ഇറച്ചിയും ഒന്നും വേണ്ട. പക്ഷെ എന്നാലും നമ്മളൊന്നൊരു കറി ഉണ്ടാക്കണ്ടേ. അപ്പം അങ്ങനെ കറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാ നമ്മൾ ഇറച്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ലെഗ് പീസ് ഉണ്ട്. ഐഷുവിനും അമ്നുവിനും എപ്പോഴും കൊണ്ടുവരുന്നതാണ്. ഐഷു ഉമ്മമാൻ്റെ ഒപ്പം നാട്ടിൽ പോയി ഓളമ്മമാൻ്റെ കൂടെ. അപ്പോൾ അമ്നു ഒറ്റക്കുള്ളൂ. അമ്നു ബോറടിക്കണെന്നും പറഞ്ഞ് ഇരിക്കുകയാണ് ഇപ്പം അങ്ങനെ. അപ്പോൾ ഏതായാലും നമ്മളെ ചട്ടിയിൽ വെച്ചുകാണ്ട് ഇതാ ആ കരണ്ടി കൊണ്ട് ഇളക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാനിതാ സ്റ്റീലിൻ്റെ കരണ്ടി എടുത്തുകാണ്ടൊന്നുകൊണ്ട് ഇളക്കണേ. കുണ്ടൻ ചട്ടിയാവും പറഞ്ഞാൽ ഈ ലെഗ് പീസൊക്കെ ഇട്ടാൽ നമുക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതൊന്നാണ് മൂടി വെച്ചാൽ ഒരു 5 മിനിറ്റ് മതി ആയി കിടന്ന് വേവാൻ. പെട്ടെന്നായി കിട്ടും നമുക്ക് മൺചട്ടിയിൽ. അപ്പോൾ അതാ വെന്തുകാണ്ട് നല്ല വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞ് അതിലേനെ വെള്ളം വന്നേക്കണ്. നല്ല എല്ലൊക്കെ അങ്ങോട്ട് കാണുന്നുണ്ട്. ആ ലെവലിൽ കഴിക്കണം കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റുള്ള ഒരു മണമാണ് വരുന്നത്. അപ്പോൾ അതാ നമ്മളെ ചിക്കന് റെഡിയായി. ഗ്രേവി പോലെ ആയി. നല്ല വെന്തക്കണ്. ഇനി ഇതിൻ്റെ ചൂട് കിടന്നിക്കാണ്ട് തന്നെ ഇതൊന്നും കൂടെ വേവും. അപ്പം ഇനി ഇതൊന്നും കൂടെ അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ വറ്റിക്കാണ്ട് ഒന്നും കൂടെ വെന്ത് വരും.
ഇത്രയേ ഉള്ളൂ. ഇതുണ്ടില്ലേ? അപ്പം അങ്ങനെ അതും റെഡിയായി. അപ്പോൾ ദാ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജുമായിരിഞ്ഞും വന്ന് അപ്പോൾ ദാ ഞാനൊരു അച്ചാറിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ചോറ് നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. തേങ്ങാപ്പാലല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. ഇതിക്ക് അച്ചാറോ വേറെ ഉള്ളതോ ഒന്നും വേണ്ട, ചോറ് മാത്രം മതി. എനിക്ക് ഈ നെയ്ച്ചോറൊക്കെ ഇങ്ങനെ വെച്ചാൽ അതിക്ക് വേറെ ഒന്നും കൂട്ടുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ നമ്മൾ ഒന്നിങ്ങനെ ഉണ്ടായാൽ തന്നെ മതി. ഇപ്പോൾ ഇത് അമ്നുവിനും കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറ് വിളമ്പിയതാണ്, കറി ഒഴിച്ച് കണ്ട്. നല്ല ടേസ്റ്റുള്ള ചോറാട്ടാ. അപ്പോൾ ദാ ഞാൻ തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും തൈരും കൂട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം ദാ ഉള്ളിയും മല്ലിച്ചപ്പ് ഒരു പച്ചമുളക് ഇട്ടുകൊണ്ട് നമ്മളെ വീട്ടിലുള്ള തൈര് തന്നെയാണിത്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ തൈരും കൂട്ടിയിട്ടൊക്കെ ഇങ്ങനെ വെറും ചോറ് കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഒരു ചോറ് ഉണ്ടാക്കി നോക്കോണ്ടി, കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കോണ്ടി. ഇഷ്ടം പോലെ കുട്ടികൾ ഇനി വേണം പറഞ്ഞ് കഴിക്കും. ഇങ്ങനെ ഒരു തൈര് വേണമെന്നോ അച്ചാർ വേണമെന്നോ ഒന്നുമില്ല കേട്ടോ. വെറും ചോറ് മാത്രം തന്നെ മതി. ചോറിന് നല്ല മണവും ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ രാവിലെ നേരത്തൊക്കെ കുട്ടികൾ മദ്രസയൊക്കെ പോകണമെങ്കിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു ചോറ് ഉണ്ടാക്കിക്കാണ്ട് കുട്ടികൾക്ക് കൊടുത്താൽ മതി. വേറെ കടിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.